ഹലോ ജേസ്, ഇന്ന് ഞാനൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ 1/2 കിലോ മേലെ ചിക്കൻ ഉണ്ടാവും. അതിലേക്കുള്ളത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൂടിയിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ വഴറ്റി തുടങ്ങാം. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ബട്ടർ ഒരു കഷ്ണം ബട്ടർ മെൽറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് വഴറ്റാൻ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് സവാള ഇടാം, പച്ചമുളക് കീറിടാം. അപ്പോൾ നന്നായിട്ടൊന്നും അധികം വയറൊന്നും വേണ്ട, മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കണതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി പച്ചമുളക് കുറച്ച് നമുക്ക് ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം. അതും കൂടി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി മീഡിയം ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് നമുക്ക് ഇത് വഴറ്റാം. 10-15 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കൂടിയിട്ട് നമുക്ക് വഴറ്റാം. ചെറിയ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്നിങ്ങനെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മിക്സ് ചെയ്യാം. അധികം വഴറ്റൊന്നും വേണ്ട, നമ്മൾ മിക്സിയിൽ അടിക്കണതല്ലേ. 1/4 കപ്പ് കുറച്ച് വെള്ളം നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ മസാലയുടെ ചുവക്കൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഏകദേശം നമ്മൾ വഴറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി തണുത്തിട്ട് വേണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നമുക്ക് പാൻ എടുത്തിട്ട് വെക്കാം. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് പൊരിക്കാൻ ആവശ്യമായത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ബാച്ചായിട്ട് പൊരിക്കണം. ഒരു ബാച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വെന്തിട്ട് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നന്നായി നമുക്ക് ഇറക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം കേട്ടോ. അത് വരെ ഒന്ന് തിളച്ചോട്ടെ. അതിൻ്റെ ആ കുത്തുണ്ടല്ലോ പച്ചക്കറി, അതൊന്ന് മാറും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര, ജീരകത്തിൻ്റെ പൊടി ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇതിൽ മിക്സ് ചെയ്യാം. ഉലുവയുടെ പൊടി, കസൂരി മേത്തില്ലേ, അത് കുറച്ച് ഇതിലിടാം.
എന്നിട്ട് അതും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം കുറച്ച് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പിയാണ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇതിന് മേലെ വെതറി കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ചിക്കൻ നിങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതിന് മേലെ നമുക്ക് ഇതുപോലെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബട്ടർ ചിക്കൻ റെഡി. നിങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇതിലേക്ക് സവാള, പകുതി ക്യാപ്സിക്കം, കാബേജ്, ക്യാരറ്റ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ പൊരിച്ച ചിക്കനാണ്, വേവിച്ചിട്ടും ഇടാം. ഒക്കെ കൂടെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാം. സാൻഡ്വിച്ചിലേക്ക് ഒന്ന് വഴറ്റുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. അധികം വാടി വരണ്ട, ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി സാൻഡ്വിച്ചിലേക്കുള്ള